ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ നേരത്തെ എത്തിയോ? ഞാനിപ്പോ വന്നതേ ഉള്ളടി. അല്ല എന്തായി? എന്ത്? വിളിച്ചോ ടോമിനെ? വിളിച്ചില്ല, ഒരു മെസ്സേജ് ചെയ്തു. വിളിക്കണ സുഖം മെസ്സേജ് അയച്ചാൽ കിട്ടുമോ? എന്തോ അപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്കങ്ങനെ വിളിക്കാൻ തോന്നിയില്ലടി. അതൊക്കെ പൊട്ടൻ്റെ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നു, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട്. അതൊരു ഗുഡ് സൈൻ ആണല്ലോ. എന്തായാലും ഗുഡ് മോർണിംഗ് സർ. ഏയ് വെറുതെ. അവളെ നഷ്ടപ്പെട്ടു പോയ ഗന്ധർവനെ ഓർത്തിരിക്കരുത്. നഷ്ടപ്പെട്ടില്ലല്ലോ. എന്ത് മനുഷ്യനാടി. രാവിലെ നിങ്ങൾക്ക് ഇളക്കമുണ്ടോ? എന്തായി മോളെ? എന്താവാൻ? നീ ടോമിനെ വല്ലതും കണ്ടാ? ഞാൻ ഇന്നലെ പുള്ളിയെ വിളിച്ചിരുന്നു, പക്ഷെ ഔട്ട് ഓഫ് കവറേജ് ഏരിയായിരുന്നു. പിന്നെന്താ രാവിലെ ഇതുവരെ എത്തിയിട്ടില്ല? വന്നില്ലേ പുള്ളി? വരേണ്ട സമയം വരുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവള് ഇടിഞ്ഞു പോന്ന് നോക്കടി. അവള് ഫുള്ളി പ്രൊഫഷണലാണ്. ഭയങ്കര പ്രൊഫഷണലാ. കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പാരവണിന്നല്ലേ അവളുടെ പ്രൊഫഷണലിസം. പണി കൊടുത്താലോ കിട്ടും. എന്റെ ഒരു ഐഡിയ ഉണ്ട്. രണ്ടും ഒന്ന് പോയി തരുവോ? പോയി തരുവോ? നീ ഇങ്ങോട്ട് വന്നതാ ഇങ്ങോട്ട്. ആടാ അയച്ചിട്ടുണ്ടേ സാർ, ചെക്ക് ചെയ്തോ. കറക്റ്റ് അല്ലേ? ഓക്കെ ജെസ്സി, ഞാൻ ക്രോസ് ചെക്ക് ചെയ്തോളാം. ശരി സാർ, താങ്ക് യു. ജെസ്സി, നമ്മളെ അന്നത്തെ ചെന്നൈ ട്രിപ്പ് പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു ജെസ്സിക്ക് എന്താ തോന്നുന്നത്? എന്ത് സംഭവിക്കാനാണ് സാർ? അല്ല, പോകാൻ പറ്റാത്തതിൽ ജെസ്സിക്ക് നല്ല വിഷമമുണ്ടല്ലേ? എനിക്ക് വിഷമമൊന്നുമില്ല. ഇല്ലേ? ഇല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിഷമം തോന്നുന്നില്ല. സാറിന് എന്തെങ്കിലും വിഷമ ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് നല്ല വിഷമം എന്ന് വെച്ചാൽ ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ട്രെയിനി സാറിന് പോകേണ്ടിയിരുന്നില്ലേ? സാറിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടും അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അല്ല, ഇപ്പം സാറിന് ഇരുട്ടടി കിട്ടിയതുകൊണ്ടല്ലേ നമുക്ക് പോകാൻ പറ്റാഞ്ഞത്. എൻ്റെ കുഴപ്പമല്ലല്ലോ. അതങ്ങനെ വലിയ അടിയൊന്നും അല്ല, ജസ്റ്റ് സാറിന് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തുകൂടായിരുന്നാ? പിന്നെ എന്തിന്? ആളെ കണ്ടുപിടിക്കണ്ടേ? അവർക്കൊരു പണിഷ്മെന്റ് കൂടെ ആവുമല്ലോ. എന്തിനാ? എൻ്റെ ഒരു ആവശ്യമില്ല. ഇനി അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് അവന്മാരൊന്ന് ബാക്കി വീണ്ടും കൂടെ തല്ലിക്കൂട്ടാൻ. ആ സീൻ അവിടെ തീർന്നു. ഇനി എന്നെ കൂടെ ചിന്തിക്കേ വേണ്ട. ഞാൻ വിചാരിച്ച് സാറ് മറ്റേ സിനിമയിലും സീരിയലിലൊക്കെ കാണുന്ന പോലെ ഹീറോസിനെ പോലെയൊക്കെ പകരം ചെയ്യാനൊക്കെ പോകുമെന്ന്. അങ്ങനെ പകരം ചോദിക്കണോ? അല്ല, അങ്ങനെയല്ലേ നോർമലി നടക്കുന്നത്. അതാ ഞാനും അങ്ങനെ പറഞ്ഞതേ. അങ്ങനെയാണെങ്കിൽ പകരം ചോദിക്കാം. ആ, നല്ലതാ. ശരി ശരി സാർ. പിന്നെ പകരം ചോദിക്കാൻ മോണിയെ, വേറെ പണിയില്ല.